നമസ്കാരം, എല്ലാവർക്കും അപ്പ് ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ എൻ ഷംസുദ്ദീൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ എക്സാമിൻ്റെ ഈ ഓണപ്പരീക്ഷയുടെ ഒക്കെ തലേ ദിവസങ്ങളിൽ നടക്കുന്ന യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളുണ്ട് അല്ലേ, ആ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളിൽ ചില അധ്യാപകരെങ്കിലും നാളത്തെ ചോദ്യപേപ്പർ ഇതായിരിക്കും, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പ്, ഇതുപോലെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു പ്രവണത ഉണ്ട് എന്നും ഇത് കർശനമായിട്ട് ഇതിനെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള ചില ചാനലുകൾക്കെതിരെ, അധ്യാപകർക്കെതിരെ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ യൂട്യൂബ് ചാനലുകളിലും, എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലുകളിലും പരീക്ഷയുടെ തലേ ദിവസങ്ങളിലൊക്കെ ലൈവ് റിവിഷൻ ഉണ്ടാവാറുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നൊരു സംവിധാനമാണത്. കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഒരുപാട് കുട്ടികൾ അതിൽ നിന്നും ഗുണം കിട്ടുന്നുമുണ്ട്. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ കൂടി വരുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക, ഇത് തന്നെ വന്നിരിക്കും, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ ഒരു തെറ്റായ രീതിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്ന കാര്യം. ഈ ഷുവർ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ എത്രയോ വീഡിയോകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മൾ ഈ ചോദ്യമേ വരും, ഇത് പഠിച്ചാൽ നിങ്ങൾ 100% നിങ്ങൾക്ക് കിട്ടും എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള വീഡിയോയിൽ ഏതോ ചില ചോദ്യങ്ങൾ പറഞ്ഞ ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫോണിൽ ബന്ധപ്പെടുന്നതായിട്ടും ഈ ചോദ്യങ്ങൾ വരില്ലേ ഒക്കെ അപ്രൂവ്ഡ് എന്ന് പറയുന്നതായിട്ടൊക്കെ തമാശ കാണിച്ചതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ശരിയായ രീതിയല്ല എന്നും കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ പറയുന്നത്. സോ ഇത്തരം ക്വസ്റ്റ്യൻ പ്രഡിക്ഷനുകളെയും ഇത്തരം ഇത്തരം റിവിഷൻ, ഈ ടൈപ്പ് റിവിഷൻ വീഡിയോകളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ.